കർണാടകയിലെ കുടകിൽ ട്രക്കിങ്ങിനിടെ കാണാതായ മലയാളി യുവതിയെ കണ്ടെത്തി. വനത്തിനുള്ളിൽ നടത്തിയ തെരച്ചിലാണ് നാദാപുരം സ്വദേശിനിയും കൊച്ചിയിൽ IT ജീവനക്കാരിയുമായ GS ശരണ്യയെ കണ്ടെത്തിയത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, 4 ദിവസം മുൻപാണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്നത്. ആ 4 ദിവസവും ഈ വനപ്രദേശത്തായിരുന്നു ആ പെൺകുട്ടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഈ 4 ദിവസം അവർ എങ്ങനെ അതിജീവിച്ചു എന്നതിലൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഏറ്റവും ആശ്വാസകരമായ ഒരു വിവരം തന്നെയാണ് നമുക്കിപ്പോൾ കുടകിൽ നിന്നും നൽകാൻ കഴിയുന്നത്. ട്രക്കിങ്ങിനിടെ കാണാതായ GS ശരണ്യ എന്ന ട്രക്കിങ്ങിൽ അതീവ പരിചയസമ്പന്നയായ യുവതിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. നാദാപുരം സ്വദേശിയാണ്. കൊച്ചിയിൽ IT ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ കൂടിയാണ്. അവർ കഴിഞ്ഞ ദിവസമാണ് ഏപ്രിൽ 2-ന് പുലർച്ചെ രാവിലെ 8:15 വനംവകുപ്പിന്റെ ഒക്കെ അനുമതിയോടുകൂടി ട്രക്കിംഗ് ആരംഭിച്ചത്. പ്രദേശത്ത് കാട്ടാന ശല്യമൊക്കെ രൂക്ഷമായ സാഹചര്യത്തിൽ ഒരു സംഘമായി മാത്രമേ പോകാൻ അനുവദിക്കൂ എന്ന് വനംവകുപ്പ് പറഞ്ഞു. ഇതേ തുടർന്ന് 9 പേരടങ്ങുന്ന മറ്റൊരു സംഘത്തിന് ഒപ്പമാണ് ശരണ യാത്ര തിരിക്കുകയും ചെയ്തത്. എന്നാൽ ഈ സംഘത്തിലെ അവശേഷിക്കുന്ന അംഗങ്ങൾ രാത്രിയോടുകൂടി തിരിച്ചു വന്നെങ്കിലും ശരണയെ കാണാതാവുകയായിരുന്നു. പിന്നീടാണ് ആദ്യം ഹോംസ്റ്റേയിലെ ജീവനക്കാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വളരെ പരിചയസമ്പന്നയായ ഒരു മലകയറ്റത്തിലൊക്കെ വിദഗ്ധയായ ആളായതുകൊണ്ട് തന്നെ തിരിച്ചെത്തും എന്നൊരു പ്രതീക്ഷയിലാണ്. പക്ഷെ ഏറെ നേരം തെരഞ്ഞിട്ടും അവരെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടുകൂടി പിന്നീട് വനംവകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ സഹായത്തോടുകൂടി തെരച്ചിൽ ആരംഭിക്കുകയാണ്. എന്തായാലും 4-ാം ദിവസത്തിലേക്ക് തെരച്ചിൽ കടന്നതോടുകൂടി ഒരു വലിയ ആശങ്ക കുടുംബത്തിനുണ്ടായിരുന്നു. ഒരു പക്ഷേ വളരെ ഒറ്റയ്ക്കും കൂട്ടമായും ഒക്കെ പലവട്ടം ഇതുപോലുള്ള സാഹസിക ദൗത്യങ്ങൾക്ക് പോയിട്ടുള്ള ആളാണ് ശരണ്യ. അതുകൊണ്ട് തന്നെ മടങ്ങി എത്തും എന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിലും കടുത്ത മഴ പലപ്പോഴും തുടരുക. KC വേണുഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വേണുഗോപാൽ, ഈ പെൺകുട്ടി എങ്ങനെയാ വനപ്രദേശത്ത് അതിജീവിച്ചു, അല്ലെങ്കിൽ കാണാതാകുന്നതിനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു എന്നതിൽ എന്തെങ്കിലും വിശദീകരണം അല്ലെങ്കിൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇല്ല, അത്തരം വിവരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാനിപ്പോ ഈശ്വർ ഖണ്ഡ്രെ എന്ന് പറഞ്ഞ അവിടുത്തെ വനം വകുപ്പ് മന്ത്രി വിളിച്ചിരുന്നു. അദ്ദേഹമാണ് ഒഫീഷ്യലായിട്ട് അറിയിച്ചത്. ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ശരണ്യെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും കൂടെ ഉണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെ സുരക്ഷിതമായിട്ട് ഇനി തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സജ്ജീകരണങ്ങളായിട്ട് മുന്നോട്ട് പോകാനുള്ളതാണ്. ഇത് മറ്റ് വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല. എന്തായാലും ഇതൊരു വലിയ ആശ്വാസകരമായിട്ടുള്ള തീരുമാനമായിട്ട് നമുക്ക് കാണാം. നടപടി കർണാടക സർക്കാർ എടുത്തു തന്നെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇക്കാര്യത്തിലെടുത്ത ജാഗ്രത അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. അർജുനന്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യ ആശങ്ക ഉണ്ടായിരുന്ന അവരെടുത്ത ഒരു എഫേർട്ടിലാണ് നമുക്ക് ഇപ്പം ജീവനോടെ തന്നെ ശരണ്യെ നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള. ശ്രീ KC വേണുഗോപാൽ, അതുപോലെ തന്നെ കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഇടപെടൽ ഉണ്ടായി ശരണ്യെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട്? അല്ല, കേരളത്തിന്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ എന്തായാലും രാവിലെ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുമായിട്ട് സംസാരിച്ചിരുന്നു. ഈശ്വർ ഖണ്ഡ്രെ, ഫോറസ്റ്റ് മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രി പരമേശ്വര, ഇവരെ 3 പേര് വിളിച്ചിരുന്നു. അവരുടെ അച്ഛനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഇവരോടെല്ലാം സംസാരിച്ചിരുന്നു. അപ്പോൾ ആ സംസാരിച്ചതനുസരിച്ച് മുഖ്യമന്ത്രി അപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനും ആവശ്യത്തിന് അധികം ആളുകളെ ഉപയോഗിക്കാനും ഏറ്റവും ആധുനിക സൗകര്യങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയുള്ള നിർദ്ദേശമാണ് കൊടുത്തത്. എന്തായാലും അതിന് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവർ ആദ്യം തന്നെ എന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു കണ്ടെത്തിയിരുന്നത്. ശരി, KC വേണുഗോപാൽ MP ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. നന്ദി ശ്രീ KC വേണുഗോപാൽ. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണോ? അതിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിച്ചിരുന്നത്. 4 ദിവസം വനമേഖലയിൽ തങ്ങേണ്ടി വന്നെങ്കിൽ പോലും അതിനുള്ള കൃത്യമായ ഒരു പരിശീലനം അവർ നാളുകളായി ചെയ്തിരിക്കുന്ന ട്രക്കിങ്ങിൽ നിന്നും മറ്റുമായി അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് രാപ്പകൽ ഇല്ലാതെ കാട്ടിൽ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാന കാര്യം. നമുക്ക് ഇനിയും അവർ പുറത്തേക്ക് വന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. എങ്ങനെയാണ് ഇവർ ഒറ്റപ്പെട്ടു പോയത്? കാട്ടിൽ കൂടി യാത്ര ചെയ്തപ്പോൾ മറ്റു കൂട്ടത്തിലുള്ളവരുമായി ഒറ്റതിരിഞ്ഞ് പോയതാണോ, അല്ലെങ്കിൽ വ്യത്യസ്തമായ റൂട്ടിലൂടെ അവർ അറിയാതെ സഞ്ചരിച്ചു പോയതാണോ? അതിനുശേഷം എത്തിപ്പെട്ടത് എവിടെയാണ്? മാർഗം തെറ്റി വഴിയിൽ കാട്ടിൽ കൂടെ അലയുകയായിരുന്നു. എങ്ങനെയാണ് അവർ പിന്നീട് അതിജീവിക്കാൻ കഴിഞ്ഞത്? വലിയ കാട്ടാന ശല്യമുള്ള ഒരു പ്രദേശമാണ്. ഒപ്പം വലിയ മഴ, രാത്രികാലങ്ങളിലൊക്കെ വലിയ തോതിൽ മഴ പെയ്യുന്ന ഒരിടം കൂടിയാണ്. അതുകൊണ്ട് ഇതൊക്കെ അതിജീവിച്ച് എങ്ങനെ അവർക്ക് അവിടെ കഴിഞ്ഞുകൂടാൻ പറ്റി? അല്ലെങ്കിൽ അവരുടെ മനസാന്നിധ്യമാണോ അവരെ അവിടെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത്? എന്തെങ്കിലും കാട്ടുപ്രദേശത്തു നിന്നുള്ള അല്ലെങ്കിൽ ആദിവാസി പോലുള്ളവർ മറ്റും സഹായം ലഭിച്ചിരുന്നു എന്നടക്കമുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയാനുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ശരണ്യ പുറത്തേക്ക് എത്തിയ ശേഷം ഈ കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം നൽകും. അവരെ ആശുപത്രിയിലേക്കാവും ആദ്യം എത്തിക്കുക എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. ഏതാണ്ട് സാധാരണ പ്രദേശത്ത് നിന്നും 1 മണിക്കൂറോളം യാത്ര ചെയ്താൽ മാത്രമാണ് ഈ ട്രക്കിങ്ങിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. വനമേഖലയിൽ ഏറെ നേരം സഞ്ചരിച്ചാലാണ് ഈ ട്രക്കിങ്ങിന്റെ ഏറ്റവും
ഉയർന്ന സ്ഥലം, അതായത് കർണാടകത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന കൊടുമുടികളിലൊന്നാണ് തടിയൻഡമോൾ എന്ന സ്ഥലം. അത് അങ്ങേയറ്റം വലിയ കാണാൻ ഭംഗിയുള്ള അല്ലെങ്കിൽ സാഹസിക വിനോദസഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഒരുപാട് വരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരുപാട് ട്രക്കിങ്ങിനുള്ള ആളുകൾ അവിടേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ കാണാതാവുന്ന സംഭവം ആദ്യമായി ആണ് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിരുന്നത്. കാണാതായ അന്ന് തന്നെ വൈകുന്നേരം മൊബൈൽ ഫോണിൽ ഈ ഹോം സ്റ്റേയിലെ ജീവനക്കാരെ വിളിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം തിരിച്ച് വിളിച്ചപ്പോൾ അവരുടെ മൊബൈൽ സിഗ്നൽ ലഭിക്കാതെ പോകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകും, അതായത് ബാറ്ററി ചാർജ് ഇല്ലാതൊക്കെ പോകുമ്പോൾ സ്വിച്ച് ഓഫ് ആവുന്ന സാഹചര്യം. പിന്നീടാണ് ഈ സ്നിഫർ ഡോഗുകളെയും തെർമൽ ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തിയത്. ഇന്ന് വൈകുന്നേരം വരെ തെരച്ചിൽ നടത്തിയപ്പോൾ പോലും തെർമൽ ഡ്രോണുകളിൽ കാര്യമായ സിഗ്നലുകൾ ലഭിച്ചിരുന്നില്ല എന്ന വിവരമാണ് പുറത്തു വന്നത്. ഏതാണ്ട് 8 സംഘങ്ങളോളം തെരച്ചിലുണ്ടായിരുന്നു. അതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. മാവോയിസ്റ്റുകൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നതിന് കാട്ടിൽ പ്രത്യേക പരിശീലനം കിട്ടിയ സേനാംഗങ്ങളുണ്ടായിരുന്നു. ഈ സേനാംഗങ്ങളൊക്കെയാണ് പരിശോധന നടത്തിയത്. ഇതിൽ 6 സംഘവും തിരിച്ച് കാട്ടിൽ നിന്നും എത്തുകയും നാളത്തേക്കുള്ള തെരച്ചിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള മീറ്റിംഗ് ഒക്കെ ചേരാൻ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് മറ്റ് 2 സംഘങ്ങൾ കാട്ടിനുള്ളിൽ തിരയുന്നതിൽ നിന്നും ഒരു വിവരം ലഭിച്ചത്. നമ്മൾ രാവിലെ ഈ ശരണ്യയുടെ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഒരു താഴ്വര കേന്ദ്രീകരിച്ച്, അതായത് ഈ ഉയർന്ന മേഖലയിൽ നിന്നും ഈ കൊടുമുടിയിൽ നിന്നും താഴെയുള്ള ഒരു തടിയൻഡമോൾ മലനിരകളുടെ താഴ്വാരത്തായ ഒരു മേഖല കേന്ദ്രീകരിച്ച് ഒരു പുഴയോട് ചേർന്ന ഭാഗമുണ്ട്. അവിടെ ചില സംശയങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അവിടെ തന്നെ നടത്തിയ തെരച്ചിലാണോ കണ്ടെത്തിയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. കാട്ടിലേക്ക് പോയ ഉദ്യോഗസ്ഥർക്ക് മൊബൈൽ ഫോൺ ലഭ്യത വളരെ കുറവാണ്. അതുകൊണ്ട് പുറത്തു വന്ന ശേഷമാവും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിവരങ്ങൾ പുറത്ത് വരിക. ശരി, MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്.